ഉം. ഇനി നമുക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ. 41 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. അതിൽ ഒന്നാമത്തെ നദിയാണ് ഇത് പെരിയാറ്. അപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത് പെരിയാറ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും കൂടിയാണ് ഇത് പെരിയാർ എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിന്റെ ജീവരേഖയാണ് എന്ത്? ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും കൂടിയാണ് പെരിയാറ്. പിന്നെ അർത്ഥശാസ്ത്രത്തില് ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ള നദിയും പെരിയാറാണ്. അതുപോലെ അർത്ഥശാസ്ത്രത്തിൽ ഒരു നദീനെയും കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആ നദിയുടെ പേര് പമ്പയാണ്. അർത്ഥശാസ്ത്രത്തില് വേറൊരു നദിയും കൂടെ പരാമർശിച്ചാണ്. ആ നദി എന്ന് പറഞ്ഞാൽ പമ്പയാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദിയും കൂടിയാണ് ഇത് പെരിയാർ എന്ന് പറയുന്നത്. പിന്നെ പെരിയാറിന്റെ തീരത്ത് കുറേ അധികം ഡാമുകൾ, അതായത് അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാറ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കാൻ കഴിവുള്ള നദിയും കൂടിയാണ് ചൂർണി. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ള നദിയാണ് പെരിയാറ്. അർത്ഥശാസ്ത്രത്തിൽ വേറെ നദിയെയും കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, അതായത് പമ്പ. പിന്നെ ഈ പെരിയാറിന് കുറേയധികം പോഷക നദികളുണ്ട്. അതുപോലെ കുറേയധികം അണക്കെട്ടുകളും ഈ പെരിയാറിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഉം. അതുപോലെ പൂർണ്ണ, ശങ്കരാചാര്യര് പൂർണ്ണ എന്ന എന്നൊരു പേരും കൂടി പെരിയാറിന് പരാമർശിച്ചായിരുന്നു. അപ്പൊ ആരാ പെരിയാറിന് പൂർണ്ണ എന്ന് പരാമർശിച്ചത്? ശങ്കരാചാര്യരാ. പിന്നെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാ? കാലടിയില. അപ്പൊ പുള്ളിയുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്ന ഏത് നദീതീരത്താ? പെരിയാറിന്റെ തീരത്താ. അപ്പൊ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? പെരിയാറിന്റെ തീരത്താ. അതുപോലെ നദിയുടെ തീരത്ത് കുറേയധികം സ്ഥാപനങ്ങളുണ്ട്. എന്തൊക്കെയാണുള്ളത്? മലയാറ്റൂർ പള്ളിയുണ്ട്, അതുപോലെ ആദിശങ്കര കീർത്തി സ്റ്റം മണ്ഡപമുണ്ട്, അതുപോലെ ആലുവ അദ്വൈത ആശ്രമം എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? നമ്മുടെ പെരിയാറിന്റെ തീരത്ത്. അപ്പൊ പെരിയാറിന്റെ തീരത്ത് എന്തൊക്കെയാ ഉള്ളത്? മലയാറ്റൂർ പള്ളിയുണ്ട്, ആദിശങ്കര കീർത്തി സ്തം മണ്ഡപമുണ്ട്, അതുപോലെ ആലുവ അദ്വൈത ആശ്രമം. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പെരിയാറിന്റെ തീരത്താണ്. ഇനി പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാ? സഹ്യപർവ്വതത്തിലെ ശിവഗിരിയിലാണ് എന്ത് പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാ? മുല്ലയാറ്, മുതിരമ്പുഴ, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്, മംഗലപ്പുഴ. ഇതാണ് പെരിയാറിന്റെ പോഷക നദികൾ. അപ്പം നദികൾ ഏതൊക്കെയാ? മുല്ലയാറ്, മുതിരയാറ്, പെരിഞ്ഞാംകുട്ടിപ്പുഴ, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്, മംഗലപ്പുഴ. ഇതൊക്കെയാണെന്ത്? പെരിയാറിന്റെ പോഷക നദി. പെരിയാറിന്റെ ഉത്ഭവം, അതായത് ഒറിജിൻ എവിടെയാണ്? സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിലാണ് പെരിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇനി പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി, അതായത് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാ? പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് എന്ത്? മുല്ലയാറ്. മുല്ലയാർ. ഓക്കെ, അപ്പൊ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. അതുപോലെ പെരിയാറിന്റെയും ഉം, ആ പെരിയാറിന്റെയും അതുപോലെ ഓക്കെ, അപ്പം പെരിയാറിന്റെയും മുല്ലപ്പെരിയാറിന്റെയും ഇത്തിരി മിസ്റ്റേക്ക് ഉണ്ടേ. ഓക്കെ, അപ്പൊ നോക്ക്, പെരിയാറിന്റെയും മുല്ലപ്പെരിയാറിന്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം ഏതാ? മുല്ലപ്പെരിയാർ ഡാമാണ്. മുല്ലപ്പെരിയാർ ഡാമാണ്. ഏത്?
അതായത് പെരിയാറിന്റെയും മുല്ലപ്പെരിയാറിന്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ്. ഇനി മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ. മൂന്നാറിൽ സംഗമിക്കുന്നത് ആകെ മൂന്ന് നദികളാണ്. മൂന്നാറിൽ സംഗമിക്കുന്നത് എത്ര നദികളാ? മൂന്ന് നദികളാണ്. ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് മുതിരപ്പുഴയാണ്. ഒന്ന് മുതിരപ്പുഴ. രണ്ട് തണ്ണിവെള്ളം. അതായത് അല്ല, നല്ല തണ്ണി, അതായത് നല്ല വെള്ളമാണ്. അപ്പം അങ്ങനെ ഓർത്താൽ മതി. നല്ല തണ്ണി. മറ്റേത് കുണ്ടള ഓർക്കാൻ വേണ്ടി നമ്മൾ എന്താ, കുന്തിദേവിനെ ഓർത്താൽ മതി. അപ്പൊ മൂന്നാല് സംഗമിക്കുന്ന നദികളാണ് ഏതൊക്കെ? അതിന് മൂന്നെണ്ണമാണ്. മുതിരപ്പുഴ, നല്ല തണ്ണി, കുണ്ടള. ഓക്കെ. ഇനി അടുത്തത് പെരിയാർ നദി. അതായത് പെരിയാർ നദിയും മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം. അതായത് പെരിയാർ നദിയും മംഗലപ്പുഴയും അതുപോലെ മാർത്താണ്ഡൻപുഴയും, ഈ മൂന്ന് നദികള് വേർപിരിയുന്ന സ്ഥലം ഏതാണ്? ഏത് സ്ഥലത്താണ് ഇവര് വേർപിരിയുന്നത്? ആലുവയിലാണ് ഇവര് വേർപിരിയുന്നത്. ഓക്കെ. അപ്പൊ മംഗലപ്പുഴ പതിക്കുന്ന നദി ഏതാ? മംഗലപ്പുഴ പതിക്കുന്ന നദി എന്ന് പറയുന്നത് ചാലക്കുടി പുഴയാ. അപ്പൊ മംഗല നദി പതിക്കുന്ന നദി ഏതാ? ചാലക്കുടി പുഴയാണ്. പിന്നെ അതുപോലെ ആലുവ പുഴ, കാലടിപ്പുഴ എന്ന പേരുകളിലൊക്കെ ആരറിയപ്പെടുന്നത്? പെരിയാറിന്റെ മറ്റു പേരുകളാണെന്ത്? ആലുവ പുഴ, കാലടി പുഴ എന്നൊക്കെ പെരിയാറിന്റെ പേരുണ്ട്. അപ്പം പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറ്. അതുപോലെ പെരിയാറും മുല്ലപ്പെരിയാറിന്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം ആണ് ഇത്? മുല്ലപ്പെരിയാർ ഡാം. മൂന്നാറിൽ സംഗമിക്കുന്ന എത്ര നദികളാ? മൂന്ന് നദികള്. ഏതൊക്കെയാ? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. പെരിയാർ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം എവിടെയാ? ആലുവയാണ്. മംഗലപ്പുഴ പതിക്കുന്ന നദി ഏതാ? ചാലക്കുടി പുഴയാണ്. പിന്നെ അതുപോലെ പെരിയാറിന്റെ മറ്റു പേരുകളാണ് എന്ത്? ആലുവ പുഴ, കാലടി പുഴ എന്നൊക്കെ. ഇനി പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? രണ്ട് ജില്ലകളിൽ കൂടിയാണ് പെരിയാർ നദി ഒഴുകുന്നത്. ഒന്ന് ഇടുക്കിയ, രണ്ട് എറണാകുളവ. അപ്പൊ പെരിയാർ നദി ഒഴുകുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഏത്? ഒന്ന് ഇടുക്കിയും, രണ്ട് എറണാകുളവും. ഇനി പെരിയാറിന്റെ പതനസ്ഥാനം എന്ന് പറയുന്നത്, അതായത് അതിന്റെ എന്ന് പറയുന്നത് എവിടെയാ? വേമ്പനാട്ട് കായലില. വേമ്പനാട് കായൽ ഒറിജിൻ എവിടെയായിരുന്നു? സഹ്യപർവ്വതത്തിലെ ശിവഗിരിയില്. എന്തെന്ന് പറയുന്നത് എവിടെ? വേമ്പനാട് കായലില്. ഇനി പെരിയാറിലെ പ്രധാന ജലവൈദ്യുതി പദ്ധതി ഏതൊക്കെയാ നോക്കാം. അപ്പം ഒന്നാമതെന്ന് പറഞ്ഞ ഇടുക്കി, രണ്ട് പള്ളിവാസല്, മൂന്ന് ചെങ്കുളം, പന്നിയാറ്, പിന്നെ നേരിമംഗലം, ലോവർ പെരിയാറ്. അപ്പം എന്തൊക്കെയാ പ്രധാനപ്പെട്ട ജലവൈദ്യുതി പദ്ധതികൾ എന്ന് പറയുമ്പോൾ? ഇടുക്കിയുണ്ട്, പള്ളിവാസലുണ്ട്, ചെങ്കുളമുണ്ട്, പന്നിയാറുണ്ട്, നേരിമംഗലം ഉണ്ട്, ലോവർ പെരിയാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ എല്ലാവർക്കും അറിയാം. എന്താ? തേക്കടിയാണ് പെരിയാറിലെ വന്യജീവി സങ്കേതം. അതുപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതവും ഉണ്ട്. ഓക്കെ. അതുപോലെ ഓക്കെ. അപ്പൊ പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? ഇടുക്കിയും എറണാകുളം. അത് പെരിയാറിന്റെ പതനസ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെയാ? വേമ്പനാട് കായലില്. അതുപോലെ പെരിയാറിന്റെ പ്രധാന ജലവൈദ്യുതി പദ്ധതികളാണ് ഏത്? ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേരിമംഗലം, ലോവർ പെരിയാറ്. ഇനി പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതമാണ് ഏത്? തേക്കടി വന്യജീവി സങ്കേതം. അതുപോലെ എവിടെ? തട്ടേക്കാട് പക്ഷി സങ്കേതവും. ഉം. ഇനി പെരിയാറിനെ മുൻകാലങ്ങളിൽ അറിയപ്പെട്ട പേരെന്താ? നമ്മൾ പഠിച്ചാണ് എന്ത്? ശങ്കരാചാര്യരുടെ ഒരു പേരില് പെരിയാറിനെ വിശേഷിപ്പിച്ചായിരുന്നു. എന്ത് പേരിലാ വിശേഷിപ്പിച്ചത്? പൂർണ്ണ. അപ്പൊ പൂർണ്ണയാണ് പെരിയാറിന്റെ മുൻകാലങ്ങളില് അറിയപ്പെട്ടിരുന്ന പേര്. എന്ത്? പൂർണ്ണ.
പൂർണ്ണ. ഓക്കെ. ഇനി 1924 പെരിയാറില് ഒരു വെള്ളപ്പൊക്കം നടന്നായിരുന്നു. അപ്പം ആ വെള്ളപ്പൊക്കം അറിയപ്പെട്ട പേരെന്ന് പറയുന്നത് എന്താ? 99 വെള്ളപ്പൊക്കം എന്നാ. അതായത് 1924, അതായത് വൈക്കം സത്യാഗ്രഹയുടെ സമയത്ത് ഇതായിരുന്നു. അപ്പൊ 1924 പെരിയാറിൽ ഒരു വെള്ളപ്പൊക്കം നടന്നായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിന്റെ പേരാണ് 99 വെള്ളപ്പൊക്കം എന്ന്. ഇനി അതുപോലെ 1341 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. തുടർന്ന് എന്ത് ഒരു തുറമുഖം നശിച്ചായിരുന്നു. പെരിയാറിൽ ഒരു തുറമുഖം ഉണ്ടായിരുന്നു. ആ തുറമുഖം നശിച്ചായിരുന്നു. 1341 ഒരു വെള്ളപ്പൊക്കം നടന്നായിരുന്നു. അപ്പൊ പെരിയാറിൽ ഒരു തുറമുഖം ഉണ്ടായിരുന്നു. ആ തുറമുഖം നശിച്ചായിരുന്നു. ആ തുറമുഖത്തിന്റെ പേരാണ് എന്ത്? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂര്. ഓക്കെ. അപ്പം പെരിയാറിന്റെ മുൻകാലങ്ങളിൽ അറിയപ്പെട്ട പേരാണിത് പൂർണ്ണ. പെരിയാറിന് 1924 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിന്റെ പേരാണിത് 99 വെള്ളപ്പൊക്കം. പിന്നെ അതുപോലെ 1341 എന്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്കത്തില് ഒരു തുറമുഖം നശിച്ചായിരുന്നു. ആ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പ്രളയം മൂലം കുറെ നാശനഷ്ടങ്ങളൊക്കെ വന്ന് വരുമല്ലോ. അപ്പം ആ സമയത്ത് കേരള സർക്കാർ ഒരു എന്താ ഒരു പദ്ധതി ആവിഷ്കരിച്ചാണ്. ആ പദ്ധതിയുടെ പേരാണ് എന്ത്? റൂം ഫോർ റിവർ എന്ന് പറഞ്ഞത്. അതായത് ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ എന്താ, റിവറിനൊരു റൂം അങ്ങനെ വെക്കുക. അപ്പൊ റൂം ഫോർ റിവർ. അപ്പം അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എയിം എന്ന് പറഞ്ഞാൽ നദികളില് ആഴം വർദ്ധിപ്പിക്കുകയും അതുപോലെ നദികൾ ഒഴുകുമ്പോഴത്തേനും ഒരു തടസ്സം കൂടാതെ ഒഴുകുകയും പിന്നെ അതുപോലെ അവയുടെ ജലവാഹക ശേഷി, അതായത് അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും അതുമൂലം പ്രളയ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് റിവർ റിവർ റൂം ഫോർ റിവറിന്റെ എയിം എന്ന് പറയുന്നത്. റിവർ ഫോർ റൂം അല്ല, റൂം ഫോർ റിവർ. അതിന്റെ എയിം എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, അതായത് റിവറിന്റെ ആഴം കൂട്ടണം, അതുപോലെ അത് ഒഴുകുമ്പോഴത്തേനും അതിന് തടസ്സം കൂടാതെ ഒഴുകണം, അതുപോലെ അതിന്റെ കപ്പാസിറ്റി അതിന്റെ കപ്പാസിറ്റിനെ വർദ്ധിപ്പിക്കുകയും അതുമൂലം പ്രളയം ഉണ്ടാകുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് റൂം ഫോർ റിവറിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം എത്രയേ ഉള്ളൂ ഭാരതപ്പുഴയും പോട്ടെ, നമ്മുടെ പെരിയാറിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഭാരതപ്പുഴയെ പറ്റി നോക്കാം. താങ്ക് യു.